ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നല്ലൊരു പുരുഷനെ കണ്ടെത്തുമെന്ന് സ്വപ്നം കണ്ടുണരുന്ന എലിസബത്തിനെയാണ് കാണിക്കുന്നത്. ശേഷം കാണിക്കുന്നത് മലനിരകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഹെൻറിയുടെ കാറാണ്. ശാസ്ത്രജ്ഞനും കോടീശ്വരനുമായ ഹെൻറി സുന്ദരിയായ എലിസബത്തിനെ വിവാഹം കഴിച്ചിരുന്നു. അവൻ അവളെയും കൂട്ടി വിജനമായ പ്രദേശത്തുള്ള തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ഹെൻറി ബംഗ്ലാവിലെ ജോലിക്കാരിയായ ക്ലയറിനെയും തൻ്റെ അന്ധനായ മകൻ ഒലിവറിനെയും എലിസബത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അത്താഴത്തിന് എലിസബത്തിനെ ഒരുവിധം എല്ലാ വിഭവങ്ങളും അവർ ഒരുക്കിയിരുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ അവരുടെ ആദ്യ രാത്രി കടന്നുപോയി. ആ ബംഗ്ലാവിൽ ഒരുപാട് മുറികളുണ്ടായിരുന്നു. ഹെൻറി അതെല്ലാം അവളെ ചുറ്റിക്കാണിച്ചു. എലിസബത്തിൻ്റെയും ഹെൻറിയുടെയും ഫിംഗർ പ്രിൻ്റുകൾ ഉപയോഗിച്ചാണ് ആ മുറികളെല്ലാം ലോക്ക് ചെയ്തിരിക്കുന്നത്. ശേഷം ഹെൻറി നിഗൂഢമാർന്ന മറ്റൊരു മുറി കൂടി അവളെ കാണിച്ചു. അതിനകത്തേക്ക് ഒരിക്കലും പ്രവേശിക്കരുതെന്ന് ഹെൻറി അവൾക്ക് താക്കീത് നൽകിയിരുന്നു. താൻ ഒരിക്കലും അവിടേക്ക് പ്രവേശിക്കില്ലെന്ന് എലിസബത്ത് ഹെൻറിക്ക് വാക്കു നൽകി. ഇരുവരും അവിടെ വെച്ച് ബന്ധപ്പെടുന്നത് ഇടനാഴിയിലൂടെ ക്ലയർ കണ്ടിരുന്നു. അർജൻറ്റായി ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടതിനാൽ ഞാൻ നാളെ രാവിലെ തന്നെ പോകുമെന്ന് ഹെൻറി എലിസബത്തിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് ഹെൻറി അതിപ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് എന്ന് എലിസബത്ത് അറിയുന്നത്. ഇത്ര വലിയ പദവിയിലിരിക്കുന്നയാൾ എന്തിനാണ് സാധാരണക്കാരായ തന്നെ വിവാഹം കഴിച്ചതെന്ന് എലിസബത്ത് ക്ലയറിനോട് ചോദിച്ചു. തനിക്കറിയില്ലെന്ന് ക്ലയർ അവൾക്ക് മറുപടി നൽകി. അന്നു രാത്രിയിൽ ക്ലയറും ഒലിവറും പുറത്തേക്ക് നടന്നു പോകുന്ന നിഗൂഢമാർന്ന കാഴ്ച എലിസബത്ത് കണ്ടിരുന്നു. ആ രാത്രിയിൽ ഇവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത മൂലം എലിസബത്തിന് ഉറങ്ങാനായില്ല. അങ്ങനെ എലിസബത്ത് ഹെൻറി പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. വിചിത്രമായ യന്ത്രങ്ങളുള്ള ഒരു ലാബായിരുന്നു അത്. ആശ്ചര്യത്തോടെ എലിസബത്ത് അതിലുണ്ടായിരുന്നൊരു മെഷീൻ തുറന്നു നോക്കി. അതിനകത്ത് നിദ്രയിലാർന്ന നിലയിലുള്ള ഒരു യുവതിയുടെ ശരീരമുണ്ടായിരുന്നു. ആ യുവതി തന്നെ പോലെ തന്നെ കാണപ്പെട്ടിരുന്നത് എലിസബത്തിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ട്രൈയിൽ തട്ടി എലിസബത്തിൻ്റെ വിരൽ മുറിഞ്ഞിരുന്നു. ഭീതിയോടെ മുറിയിലേക്ക് ഓടി എലിസബത്ത് വിരലിൽ ഒരു ബാൻഡേജ് ഇട്ടു. ഭയന്നുപോയവൾ ഫോൺ വിളിക്കാനായി ശ്രമിച്ചിരുന്നെങ്കിലും കോൾ പോയിരുന്നില്ല. ക്ഷീണം മൂലം എലിസബത്ത് പിറ്റേന്ന് ഉച്ചവരെ കിടന്നുറങ്ങി. അന്ന് അവിടേക്ക് എത്തിയിരുന്ന ഹെൻറി അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എലിസബത്തിൻ്റെ പെരുമാറ്റ രീതിയിൽ ഹെൻറിക്ക് സംശയം തോന്നി. ഇന്നലെ ഫോൺ കോൾ പോയിരുന്നില്ലെന്ന് അവൾ ഹെൻറിയോട് പറഞ്ഞു. ഇതെല്ലാം ഇവിടെ സാധാരണമാണെന്നായിരുന്നു അത് കേട്ടുള്ള ഹെൻറിയുടെ മറുപടി. ഈ സമയത്ത് വിരലിന് എന്താണ് സംഭവിച്ചതെന്ന് ഹെൻറി അവളോട് ചോദിച്ചിരുന്നു. അറിയില്ലെന്നും അബദ്ധത്തിൽ മുറിഞ്ഞതാകാമെന്നും അവൾ മറുപടി നൽകി. ശേഷം ഹെൻറി എലിസബത്തിനെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവളുമായി ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ എലിസബത്ത് ഈ ഒരു സമയത്തെല്ലാം വിഷാദഭാവത്തോടെയാണ് കിടന്നിരുന്നത്. അർദ്ധരാത്രിയിൽ ഹെൻറി എഴുന്നേറ്റ് അവൻ്റെ ലാബിലേക്ക് പോവുകയാണ്. ഇക്കാര്യം എലിസബത്ത് മനസ്സിലാക്കിയിരുന്നു. അവൾ അവനെ പിന്തുടർന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ ഹെൻറി കോപാകുലനായി. അനുസരണക്കേട് കാണിച്ച നിന്നെ ശിക്ഷിക്കേണ്ടി വരുമെന്ന് അവൻ എലിസബത്തിനോട് പറഞ്ഞു. ഭീതിയോടെ എലിസബത്ത് വാളുമായി വന്നിരുന്നവൻ്റെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എലിസബത്ത് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിച്ചെങ്കിലും വാതിലുകളെല്ലാം പൂട്ടിയ നിലയിലായിരുന്നു. ഈ ഒരു സമയത്ത് അവളുടെ ഫിംഗർ പ്രിൻ്റുകൾ ഉപയോഗിച്ച് ലോക്കുകൾ തുറക്കാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് അവൾ അവിടെയുണ്ടായിരുന്ന നിലവറയിൽ കയറി ഒളിച്ചിരുന്നു. അതേ നേരം ഔട്ട് ഹെൻറി തൻ്റെ വാളുമായി അവിടെ കാത്തിരിക്കുകയാണ്. പിന്നീട് എലിസബത്ത് ലിവിംഗ് റൂമിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് എലിസബത്ത് മുകളിലത്തെ നിലയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. എന്നാൽ മറഞ്ഞിരുന്നിരുന്ന ഹെൻറി കണങ്കാലിൽ പിടിച്ച് അവളെ തട്ടിയിടുകയും തൻ്റെ വാളുപയോഗിച്ച് അതിക്രൂരമായി എലിസബത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് ഒലിവറിൻ്റെയും ക്ലയറിൻ്റെയും സഹായത്തോടെ എലിസബത്തിൻ്റെ മൃതശരീരം അവർ വീട്ടുവളപ്പിലടക്കം ചെയ്തു. ശേഷം മൂവരും ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടുമെന്നും നിർത്തണമെന്നും ക്ലയർ ഹെൻറിയോട് പറഞ്ഞെങ്കിലും ഹെൻറി അത് നിരസിച്ചു. അന്നുച്ചതിരിഞ്ഞ് ഹെൻറിയുടെ കൂട്ടുകാരനായ ഫ്രാങ്ക് എന്ന പോലീസുകാരൻ അവൻ്റെ വീട്ടിലേക്കെത്തി. എലിസബത്തിനെ പറ്റി ഫ്രാങ്ക് ചോദിച്ചപ്പോൾ അവൾ ഉറങ്ങുകയാണെന്നാണ് ഹെൻറി മറുപടി നൽകിയത്. ക്ലയർ തൻ്റെ ഡയറി എഴുതുന്ന സമയത്ത് കുറച്ച് പൂക്കളുമായി ഒലിവർ അവിടേക്കെത്തി.
ഇനി ഇങ്ങനെ സമ്മാനങ്ങൾ കൊണ്ടുവരരുതെന്ന് ക്ലെയർ ഒലിവറിന് താക്കീതു നൽകി. നിങ്ങൾക്ക് എൻ്റെ പിതാവായ ഹെൻറിയെയാണ് ഇഷ്ടമെന്നും അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒലിവർ ക്ലെയറിനെ കുറ്റപ്പെടുത്തി. ചില അസുഖങ്ങൾ വേട്ടയാടിയിരുന്ന ക്ലെയർ അതിനുള്ള ഗുളികകളും കഴിച്ചിരുന്നു. 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു മിടുക്കനായ മനുഷ്യനെ കണ്ടെത്തുമെന്നും പറഞ്ഞുകൊണ്ട് എലിസബത്തിൻ്റെ മറ്റൊരു കോപ്പി വീണ്ടും ഉണരുകയാണ്. വിവാഹ വേഷത്തിലായിരുന്ന അവളെ ഹെൻറി മലനിരകൾക്കിടയിലൂടെ നിഗൂഢമാർന്ന തൻ്റെ ആ ഒരു ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പതിവ് പോലെ തന്നെ ഹെൻറി തൻ്റെ കുടുംബത്തെ എലിസബത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. മുൻപ് ചെയ്തിരുന്നതുപോലെ ആ ബംഗ്ലാവിലുണ്ടായിരുന്ന സകല മുറികളും ഹെൻറി അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം മാറി നിന്ന് ക്ലെയർ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശേഷം ഹെൻറി വിലക്കപ്പെട്ട ആ മുറി അവൾക്ക് കാണിച്ചു കൊടുക്കുകയും അവിടേക്ക് പ്രവേശിക്കരുതെന്ന് എലിസബത്തിനെ താക്കീത് നൽകുകയും ചെയ്തു. അത്താഴത്തിനു ശേഷം ഇരുവരും സന്തോഷത്തോടെ തന്നെ തങ്ങളുടെ ആദ്യ രാത്രി ചെലവഴിച്ചു. പിന്നീട് ജോലി സംബന്ധമായ കാരണങ്ങളാൽ ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്നും പോകുമെന്ന് ഹെൻറി അവളോട് പറഞ്ഞു. ആ രാത്രിയിൽ എലിസബത്തിന് ഉറക്കം വന്നില്ല. അതോടെ അവൾ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ക്ലെയർ അവിടെ നിന്ന് പുകവലിക്കുന്നത് അവൾ കാണാനിടയായി. ക്ലെയറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് എലിസബത്ത് അവളോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് ഹെൻറി ഇങ്ങോട്ടേക്കെത്തി അവരുടെ സംഭാഷണം തടസ്സപ്പെടുത്തുകയാണ്. അവൻ എലിസബത്തിനെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം എലിസബത്ത് ആ ഒരു ബംഗ്ലാവിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ വിലക്കപ്പെട്ട ആ ഒരു റൂം കാണുകയും അതിനകത്തേക്ക് പ്രവേശിക്കുകയുമാണ്. അതിനകത്തുണ്ടായിരുന്ന തൻ്റെ തന്നെ മറ്റൊരു ക്ലോൺ കോപ്പിയെ കണ്ട് എലിസബത്ത് ഭയന്നുറച്ച് പുറത്തേക്ക് ഓടി. ഈ നേരത്ത് ഹെൻറിയുടെ നിഗൂഢമാർന്ന ആ റൂമിലുണ്ടായിരുന്ന എലിസബത്തിൻ്റെ ക്ലോൺ കോപ്പി കണ്ണുകൾ തുറക്കുകയാണ്. എലിസബത്തിൻ്റെ ആ ഒരു ക്ലോൺ കോപ്പി എലിസബത്തിൻ്റെ പുറകെ ചെന്നു. ഈ ഒരു സമയത്ത് എലിസബത്ത് ഉറങ്ങുകയായിരുന്നു. പിന്നീട് ആ ഒരു ക്ലോൺ കോപ്പി ജനാലകൾ തുറന്ന് പുറത്തേക്ക് നോക്കി. ഈ ഒരു സമയത്ത് ഒലിവറും ക്ലെയറും അവിടെ നിന്നും പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്ലോൺ കോപ്പി എലിസബത്തിൻ്റെ വസ്ത്രം കുറച്ചൊന്ന് താഴേക്ക് വലിച്ചിരുന്നു. ക്ഷീണം മൂലം എലിസബത്ത് പിറ്റേന്ന് ഉച്ചവരെ കിടന്നുറങ്ങിയിരുന്നു. ഈ കാഴ്ച കണ്ടാണ് ഹെൻറി അവിടേക്ക് എത്തുന്നത്. ഹെൻറി അവളോട് സുഖമാണോ എന്ന് ചോദിച്ചു. ശേഷം അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. ഈ നേരത്തെ ഹെൻറി ദേഷ്യത്തോടെ ആ ഒരു ബാത്റൂമിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നീ അനുസരണക്കേട് കാണിച്ചെന്ന് ഹെൻറി അവളോട് പറഞ്ഞു. അപകടം മനസ്സിലാക്കിയ എലിസബത്ത് ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും ഹെൻറി കയ്യിലുണ്ടായിരുന്ന തുവാല ഉപയോഗിച്ച് അവളെ ശ്വാസം മുട്ടിക്കുകയാണ്. ഒരു വിധത്തിൽ അവൾ കുതറിമാറി പുറത്തേക്ക് ഓടിയെങ്കിലും ഈ നേരത്ത് അവളുടെ ഫിംഗർ പ്രിൻ്റുകൾ ഉപയോഗിച്ച് ഡോറുകൾ തുറക്കാനായി സാധിച്ചിരുന്നില്ല. അവൾ ജനൽ തകർത്ത് രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും അതിൻ്റെ ചില്ലുകൾ തകർക്കാനായി സാധിച്ചിരുന്നില്ല. അങ്ങനെ അവൾ അടുക്കളയിലേക്ക് ഓടുകയും പ്രാണരക്ഷാർത്ഥം ഒരു കത്തി കയ്യിൽ കരുതുകയുമാണ്. അതേസമയമാവട്ടെ ഹെൻറി തൻ്റെ തുവാലയിലേക്ക് ക്ലോറോഫോം ഒഴിച്ചിരുന്നു. പിന്നീട് ഹെൻറി എലിസബത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനായി ഒരു മ്യൂസിക് റെക്കോർഡ് പ്ലേ ചെയ്തു. ആ മ്യൂസിക് വായിക്കുന്നത് ഹെൻറി ആണെന്ന് കരുതി എലിസബത്ത് കത്തിയുമായി അവിടേക്ക് ചെല്ലുകയാണ്. ഈ തക്കത്തിന് പുറകിൽ നിന്നും ഹെൻറി എലിസബത്തിനെ ക്ലോറോഫോം ഉണപ്പിച്ചു. മയങ്ങുന്നതിനു മുൻപ് എലിസബത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഹെൻറിയുടെ കഴുത്തിലേക്ക് കുത്തി. അങ്ങനെ ഹെൻറി അവിടെ മരിച്ചു വീഴുകയാണ്. അതേസമയം ക്ലോറോഫോം ഉണപ്പിച്ചിരുന്ന എലിസബത്തും മയങ്ങി വീണിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം എലിസബത്ത് ഉണരുകയും അവൾ ഹെൻറിയുടെ മൃതശരീരം അവിടെ നിന്നും വലിച്ചഴിച്ച് കൊണ്ടുപോവുകയുമാണ്. ശേഷം അവൾ ഹെൻറിയുടെ കൈ ഉപയോഗിച്ച് വാതിൽ തുറക്കാനായി ശ്രമിച്ചെങ്കിലും അത് പ്രവർത്തിച്ചിരുന്നില്ല. ശേഷം അവൾ തറ വൃത്തിയാക്കുകയും ഹെൻറിയുടെ മൃതശരീരം ഒളിപ്പിച്ചതിനു ശേഷം കുളിക്കാനായി പോവുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാനായി രക്തം പുരണ്ടിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു. സോഫയിൽ കിടന്ന് മയങ്ങിപ്പോയവൾ പിന്നീട് ഹെൻറിയുടെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. ആ മൊബൈലിൽ ക്ലെയറിൻ്റെ നിരവധി മിസ് കോളുകൾ ഉണ്ടായിരുന്നു. ഭീതിയോടെ എലിസബത്ത് താനൊരു വീട്ടിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണെന്ന് പോലീസിനെ വിളിച്ചറിയിച്ചു. ഈ ഒരു സമയത്താണ് ഒലിവറും ക്ലെയറും ആ ഒരു വീട്ടിലേക്ക് തിരികെ വരുന്നത്. അതോടെ എലിസബത്ത് താനൊരു പുസ്തകം വായിച്ചിരിക്കുന്നതായി നടിച്ചു. വീട്ടിലേക്കെത്തിയ ക്ലെയർ ഹെൻറി എവിടെയാണെന്ന് എലിസബത്തിനോട് ചോദിച്ചു. അവൻ മുകളിലത്തെ നിലയിലുണ്ടെന്ന് എലിസബത്ത് മറുപടി നൽകി. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ക്ലെയർ അടുക്കളയിലേക്ക് നടന്നു. ഈ സമയത്താണ് അവൾക്ക് അറ്റാക്ക് വരുന്നത്.
ഉടൻ തന്നെ ക്ലെയർ പോലീസിനെ വിളിച്ച് കാര്യം പറയുകയും ആംബുലൻസ് വന്ന് അവളെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു തക്കത്തിന് അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് എലിസബത്ത് കരുതി. എന്നാൽ ഒലിവർ അത് തടഞ്ഞു. ഹെൻറി മരിച്ച കാര്യം താൻ മനസ്സിലാക്കിയെന്ന് അവൻ അവളോട് പറഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് എലിസബത്ത് ഒലിവറിനെ അറിയിച്ചു. അവനും കാര്യങ്ങളെല്ലാം ബോധ്യമായി. ഇരുവരും ചേർന്ന് ഹെൻറിയുടെ മൃതശരീരം കൊണ്ടുപോയി കത്തിക്കുകയാണ്. അവിടെ വെച്ച് ഒലിവർ എലിസബത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അവളോട് ചോദിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് അസുഖങ്ങൾ ഉണ്ടായെന്നും എൻ്റെ മാതാപിതാക്കൾ കാർ അപകടത്തിൽ മരിച്ചുവെന്നും പിന്നീട് ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണെന്നും അവൾ ഒലിവറിനോട് പറഞ്ഞു. ഇത് കേട്ട് ഒലിവർ അവളോട് പറഞ്ഞു, മുട്ട വിരിയുന്നത് പോലെ നിന്നെപ്പോലെ 6 കോപ്പികളെ ക്ലോണിംഗ് ചെയ്ത് ഹെൻറി നിർമ്മിച്ചിട്ടുണ്ട്. 4 കോപ്പികൾ മരണപ്പെട്ടു കഴിഞ്ഞു. നീ 5ാമത്തേതാണെന്നും അവൻ അവളെ അറിയിച്ചു. ഈ ഒരു സമയത്താണ് ഹെൻറിയുടെ കൂട്ടുകാരനായ ഫ്രാങ്കിൻ്റെ കാർ അവിടേക്ക് വരുന്നത്. വീട്ടിലേക്കെത്തിയ ഫ്രാങ്കിനോട് ഹെൻറി ഉറങ്ങുകയാണെന്ന് എലിസബത്ത് പറഞ്ഞു. സഹായം അഭ്യർത്ഥിച്ച് പോലീസിലേക്ക് വിളിച്ചിരുന്നോ എന്ന് ഫ്രാങ്ക് അവളോട് ചോദിച്ചു. ഇത് കേട്ട് അങ്ങോട്ടേക്കെത്തിയ ഒലിവർ ഹൃദയാഘാതം മൂലം ക്ലെയറാണ് പോലീസിനെ വിളിച്ചിരുന്നതെന്ന് അയാൾക്ക് മറുപടി നൽകി. ഇത് കേട്ട് ഈ വീട്ടിലെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് സംശയത്തോടെ ഫ്രാങ്ക് എലിസബത്തിനോട് ചോദിച്ചു. ഉടനെ ഒലിവർ ഫ്രാങ്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് എലിസബത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചു. ഇയാൾ ഹെൻറിയുടെ പക്കൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നവനാണെന്നും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നൊരു ക്ലോൺ കോപ്പിയെ ഇയാൾ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഒലിവർ എലിസബത്തിനെ അറിയിച്ചു. അങ്ങനെ 3 വർഷം മുൻപ് ഹെൻറി ആ ക്ലോൺ കോപ്പിയെയും കൊലപ്പെടുത്തിയിരുന്നുവെന്ന് അവൻ അവളോട് പറഞ്ഞു. പരീക്ഷണ സമയത്ത് ഫിസിക്കൽ തെറാപ്പി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഹെൻറി ക്ലോണുകളെ പുറത്തു കൊണ്ടുവരാറുള്ളതെന്നും തൻ്റെ ഇഷ്ടാനുസരണം എലിസബത്തിൻ്റെ സ്വഭാവം രൂപീകരിക്കാൻ വേണ്ടി ഹെൻറി തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മകൾ കടത്തിവിട്ടതെന്നും ഒലിവർ അവളെ അറിയിച്ചു. ഇരുവരും ചേർന്ന് ഫ്രാങ്കിൻ്റെ ശരീരവും കത്തിച്ചു കളഞ്ഞു. പിന്നീട് ഒലിവറിൻ്റെ നിർദ്ദേശപ്രകാരം രക്ഷപ്പെടാനായി എലിസബത്ത് സേഫിൽ നിന്ന് കുറച്ച് പണവും വസ്ത്രങ്ങളും എടുക്കുകയാണ്. പിന്നീട് ഒലിവർ അവളുടെ പക്കലേക്കെത്തി ക്ലെയറിൻ്റെ ഡയറി വായിച്ച് അതിലെ വിവരങ്ങൾ തന്നോട് പറയാനായി അവളെ അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവർ അവൾ നിന്നിരുന്ന റൂമിൻ്റെ വാതിൽ പൂട്ടി. മറ്റു മാർഗമില്ലാതെ എലിസബത്ത് പിന്നീട് ആ ഒരു ഡയറി വായിക്കാൻ ആരംഭിച്ചു. കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഹെൻറിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. വിരമിച്ചെങ്കിലും വിലപ്പെട്ട പാറ്റേണുകൾ കണ്ടുപിടിച്ചിരുന്ന ഹെൻറി കോടീശ്വരനായി. അങ്ങനെയിരിക്കെയാണ് ഹെൻറി സഹായത്തിനായി ക്ലെയറിനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ന്യൂറോ സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന ക്ലെയറിനെ കുറിച്ച് ഹെൻറിക്ക് അറിയാമായിരുന്നു. അങ്ങനെ 5 വർഷങ്ങൾക്ക് മുൻപാണ് ക്ലെയർ ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തുന്നത്. തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹെൻറി അവളെ തൻ്റെ ആ ഒരു ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ മകന് ജന്മം നൽകുന്ന സമയത്ത് തൻ്റെ ഭാര്യയായ എലിസബത്ത് മരിച്ചുവെന്നും അവളുടെ കോശങ്ങളിൽ നിന്നും അവളുടെ 6 ക്ലോൺ കോപ്പികളെ താൻ നിർമ്മിച്ചെന്നും അതിൽ 2 എണ്ണം മരിച്ചെന്നും അതിനാൽ തന്നെ ബാക്കിയുള്ള 4 എണ്ണത്തെ ഞാൻ ഉറക്കി കിടത്തിയിരിക്കുകയാണെന്നും ഹെൻറി ക്ലെയറിനോട് പറഞ്ഞു. ഇക്കാര്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ക്ലെയറിൻ്റെ ജോലി. ഇത് ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ലെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ക്ലെയർ അത് നിരസിച്ചു. എങ്കിലും പിന്നീട് ഹെൻറിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അതിനെ സമ്മതിക്കുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ക്ലോണുകളെ ജീവനോടെ നിലനിർത്താനുള്ള പരീക്ഷണങ്ങളിൽ ക്ലെയർ വിജയിച്ചു. പിന്നീട് അവർ ക്ലോണിലേക്ക് ഓർമ്മകൾ ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അവർ എലിസബത്തിൻ്റെ 3ാമത്തെ ക്ലോൺ കോപ്പിയെ പുറത്തിറക്കി. എന്നാൽ 3ാമത്തെ ആ ക്ലോൺ കോപ്പിക്ക് കാര്യങ്ങൾ ദീർഘനേരം ഓർത്തിരിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഒരു ദിവസം ആ ക്ലോൺ കോപ്പി അവരുടെ പരീക്ഷണശാല കണ്ടെത്തുകയും ഭയന്നുറച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ്. ഈ സമയത്ത് അതോടി വന്നിരുന്ന ഫ്രാങ്ക് അവളെ കാണുകയും അവളെ തിരികെ ഹെൻറിയുടെ പക്കലേക്ക് കൊണ്ടാക്കുകയുമായിരുന്നു. അന്ന് അത് തൻ്റെ മരുമകളാണെന്നും അവൾക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്നും ക്ലെയർ ഫ്രാങ്കിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എന്നിരുന്നാലും താനിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഫ്രാങ്ക് പറഞ്ഞതോടെ ഹെൻറി അയാൾക്ക് പണം നൽകി കാര്യങ്ങൾ ഒതുക്കി. എലിസബത്തിൻ്റെ വായന തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സമയത്ത് ഭക്ഷണവുമായി ഒലിവർ അവിടേക്ക് എത്തുകയാണ്. വാതിൽ തുറന്ന ഉടൻ തന്നെ എലിസബത്ത്
അവൻ്റെ ദേഹത്തേക്ക് ചാടി വീണ് അവനെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് പോകാനുള്ള വാതിലിൻ്റെ കോഡ് ചോദിച്ചു. ശേഷം അവൾ ബെൽറ്റ് ഉപയോഗിച്ച് ഒലിവറിനെ അവിടെ കെട്ടിയിട്ടുകൊണ്ട് വാതിലിനരികിലേക്ക് ഓടി. എന്നാൽ ഒലിവർ കള്ളം പറഞ്ഞതായിരുന്നു. ആ കോഡടിച്ചിട്ടും വാതിൽ അവൾക്ക് തുറക്കാനായി സാധിച്ചിരുന്നില്ല. അവൾ തിരികെ അവൻ്റെ പക്കലേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് എലിസബത്ത് അടുക്കളയിൽ ചെന്ന് കത്തിയെടുത്ത് ആ ഒരു ലേബിനകത്തേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഒലിവർ 6ാമത്തെ ക്ലോണിനെ ഫിസിക്കൽ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡയറി വായിച്ചു തീർന്നതിനു ശേഷം നീ പൊക്കോളൂ എന്നും ഞാൻ നിന്നെ തടയില്ലെന്നും ഒലിവർ എലിസബത്തിനോട് പറഞ്ഞു. പിന്നീട് ഒലിവർ തന്നെ സഹായിക്കാനായി എലിസബത്തിനോട് പറയുകയാണ്. അവളതിന് തുനിഞ്ഞപ്പോൾ ഒലിവർ മയക്കമേറുന്ന കുത്തിവെച്ച് അവളെ ബോധരഹിതയാക്കി. പിന്നീട് ഉണരുമ്പോൾ എലിസബത്ത് ഇരുമ്പു ചങ്ങലയാൽ ബന്ധനസ്ഥയാക്കപ്പെട്ട നിലയിലായിരുന്നു. അങ്ങനെ എലിസബത്ത് വീണ്ടും ക്ലെയറിൻ്റെ ഡയറിയിലെ ബാക്കി ഭാഗങ്ങൾ വായിക്കാൻ ആരംഭിച്ചു. പരീക്ഷണങ്ങൾക്കിടെ ക്ലെയറിന് ഹെൻറിയോട് ഇഷ്ടം തോന്നിയിരുന്നു. അങ്ങനെ അവരിരുവരും ബന്ധപ്പെട്ടു. ഈ ഒരു സമയത്താണ് എലിസബത്ത് ആ ഡയറിയിൽ നിന്നും മറ്റൊരു സത്യം കൂടി തിരിച്ചറിയുന്നത്. ഒലിവർ ഹെൻറിയുടെ മകനല്ല, അവൻ ഹെൻറി തന്നെ നിർമ്മിച്ച ഹെൻറിയുടെ ക്ലോൺ കോപ്പിയാണ്. എന്നാൽ ഈ ഒരു സത്യം എലിസബത്ത് ഒലിവറിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. കുട്ടിക്കാലത്ത് തൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചിരുന്നത് ഹെൻറിയാണെന്ന് ഈ ഒരു സമയത്ത് ഒലിവർ അവളോട് വെളിപ്പെടുത്തി. അവൻ്റെ സംസാരത്തിൽ നിന്നും ഒലിവറിന് തന്നോട് സ്നേഹമുണ്ടെന്ന് എലിസബത്ത് മനസ്സിലാക്കി. എലിസബത്ത് ഒലിവറിനെ വശീകരിച്ച് തൻ്റെ പക്കലേക്ക് വിളിച്ചു. അടുത്തെത്തിയുടൻ തന്നെ എലിസബത്ത് അവനെ ആക്രമിക്കുകയും തൻ്റെ വിലങ്ങിൻ്റെ താക്കോൽ കൈവശപ്പെടുത്തുകയും ചെയ്തു. ശേഷം അവൾ പുറത്തു കടക്കാനുള്ള വാതിലിൻ്റെ യഥാർത്ഥ കോഡ് അവനെ ഭീഷണിപ്പെടുത്തി മനസ്സിലാക്കി. ഈ ഒരു സമയത്താണ് അവസാനത്തെ 6ാമത്തെ ക്ലോൺ തോക്കുമായി അവിടേക്ക് എത്തുന്നത്. 5ാമത്തെ ക്ലോൺ കോപ്പിയായ എലിസബത്ത് ഒലിവറിനെ വിശ്വസിക്കരുതെന്ന് അവളോട് പറയുകയാണ്. എന്നാൽ 6ാമത്തെ ക്ലോൺ കോപ്പി ഒലിവറിൻ്റെ വാക്കുകളെയാണ് വിശ്വസിച്ചത്. ഈ സമയത്ത് എലിസബത്ത് വീണു കിടന്നിരുന്ന കത്രികയെടുത്ത് ഒലിവറിനെ കുത്തുകയും അവനെ പിടികൂടുകയും ചെയ്തു. അതോടെ 6ാമത്തെ ക്ലോൺ കോപ്പി എലിസബത്തിനു നേരെ നിറയൊഴിക്കുകയാണ്. എന്നാൽ വെടിയേറ്റിരുന്നത് ഒലിവറിനെയായിരുന്നു. പുറകിലുണ്ടായിരുന്ന എലിസബത്തിനും സാരമായി പരിക്കേറ്റു. താമസിയാതെ തന്നെ ഒലിവർ മരണത്തിനു കീഴടങ്ങി. ഈ തക്കത്തിന് എലിസബത്ത് ഓടി മാറുകയും കോഡ് ഉപയോഗിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് എലിസബത്തിൻ്റെ 6ാമത്തെ ക്ലോൺ കോപ്പി അവളെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. സത്യങ്ങൾ അറിയാൻ ക്ലെയറിൻ്റെ ഡയറി വായിക്കണമെന്ന് 6ാമത്തെ ക്ലോൺ കോപ്പിയോട് പറഞ്ഞുകൊണ്ട് എലിസബത്ത് മരണത്തിനു കീഴടങ്ങി. പിന്നീട് എലിസബത്തിൻ്റെ 6ാമത്തെ ക്ലോൺ കോപ്പി കുളിച്ച് വസ്ത്രങ്ങൾ മാറുകയും ക്ലെയറിൻ്റെ ഡയറി വായിക്കുകയുമാണ്. ഹെൻറി ക്ലോൺ കോപ്പികളെ കൊലപ്പെടുത്തുന്നതിനോട് ക്ലെയർ യോജിച്ചിരുന്നില്ല. താൻ ഇക്കാര്യം പോലീസിനെ അറിയിക്കുമെന്ന് ക്ലെയർ ഹെൻറിയോട് പറഞ്ഞു. തൻ്റെ ഭാര്യയായ എലിസബത്ത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയതിനാൽ ഇക്കാര്യം ആരും വിശ്വസിക്കില്ലെന്ന് ഹെൻറി അവൾക്ക് മറുപടി നൽകി. ക്ലെയറിനെ തൻ്റെ കൂടെ നിർത്താനായി ഹെൻറി തൻ്റെ സ്വത്തുക്കളെല്ലാം അവൾക്ക് എഴുതി നൽകുകയും അവളുമായുള്ള കരാർ പുതുക്കുകയും ചെയ്തിരുന്നു. താൻ ഉണ്ടാക്കിയ ക്ലോൺ കോപ്പികളൊന്നും തൻ്റെ ഭാര്യയെ പോലെയല്ലെന്നും അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നും ഹെൻറി അവളോട് പറഞ്ഞു. ഡയറി വായിച്ചു കഴിഞ്ഞതിനു ശേഷം 6ാമത്തെ കോപ്പിയായ എലിസബത്ത് അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചു. ഈ ഒരു സമയത്താണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ക്ലെയർ അവിടേക്ക് തിരിച്ചെത്തുന്നത്. ഈ ഒരു സമയത്ത് എലിസബത്ത് അവിടെ നിന്നും പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ക്ലെയറിൻ്റെ ഡയറി അവൾക്ക് കൈമാറിക്കൊണ്ട് എലിസബത്ത് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന എലിസബത്തിൻ്റെ 6ാമത്തെ ക്ലോൺ കോപ്പിയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.